100% ഉയർന്നു വരാൻ സാധ്യതയുള്ള പല പേരുകളും ഉയർന്നു വരാതിരിക്കുകയും എന്നാൽ ഒരു സാധ്യതയുമില്ലാത്ത പല പേരുകളും ഉയർന്നു വന്നതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. വർഷങ്ങളായി നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം അവർ ദിലീപിനെ ഒതുക്കി. പിന്നീട് വിജയ് ബാബുവിനെ ഒതുക്കാനും ഫ്രൈഡേ ഫിലിം ഹൗസിനെ തകർക്കാനും ശ്രമിക്കുന്നു. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അമ്മ സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഏറെക്കുറെ അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ മട്ടാഞ്ചേരി മാഫിയ നടത്തിയ ഒരു ലഹരി പാർട്ടിയെ കുറിച്ച് എല്ലാവർക്കും അറിവുള്ളത് ആണല്ലോ. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒന്നും മുന്നോട്ട് പോയില്ല. അന്നു മുതൽ ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്നും എത്തരക്കാരാണെന്നും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ആ മാഫിയയിലെ ഒരു പ്രധാനി ഇപ്പോൾ ടിവിയിൽ വന്ന് തള്ളിമറിക്കുന്നത് കണ്ടാൽ അയാളേക്കാൾ വലിയൊരു പുണ്യാള് വേറെയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. മട്ടാഞ്ചേരി മാഫിയയേക്കാൾ നല്ലൊരു സംഘം വേറെയില്ല എന്നും തോന്നിപ്പോകും. ലോകത്തെ എല്ലാ നീചകൃത്യങ്ങളും കൈമുതലാക്കിയവരാണ് ഇവർ. എന്നിരുന്നാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരിൽ ഒരാളുടെ പേരെങ്കിലും ഉയർന്നു വരുന്നതായി നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല അല്ലേ? വരികയില്ല. കാരണം ഇതെല്ലാം അവരുടെ മാസ്റ്റർ പ്ലാനാണ്. എല്ലാവരെയും ഒതുക്കി മലയാള സിനിമയെ അവരുടെ കൈകളിലാക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബോളിവുഡ് ചിലരുടെ കൈകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നത് പോലെ മലയാള സിനിമയെ അവർ ഉള്ളംകൈയിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു പരിധിവരെ അവരത് സാധിച്ചെടുത്തിട്ടുമുണ്ട്. ഇനി അമ്മയുടെ തലപ്പത്ത് ഇവരിൽ ചിലർ വന്നാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പിക്കാം. 100% ഉറപ്പാകും. എന്നിട്ട് അവർ മലയാള സിനിമയുടെ മിശിഹായായി അവതരിക്കും, അഭിനയിക്കും. പിന്നീട് അവർ യുവാക്കളെ സിനിമയിലൂടെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. മട്ടാഞ്ചേരി മാഫിയയുടെ ലക്ഷ്യങ്ങൾ വലുതും നിഗൂഢവുമാണ്. ഇത് ഇവിടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്ന് ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തിന്റെ, ഒരു വിപത്തിന്റെ കേരളത്തിലെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇവർ. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. സമയം ഇനിയും വൈകിയിട്ടില്ല. ഇനിയും വൈകിയാൽ അത് അപകടമാകും. എന്നിരുന്നാലും ഭയം വേണ്ട, ജാഗ്രത മതി. ശുഭദിനം.